ബാപ്പന്ന് മറുപടി പറഞ്ഞ എന്താ അറിയോ? അടുത്ത കത്തില്, മോനെ അന്റെ വാപ്പാന്റെ കയ്യിൽ ഇപ്പൊ പൈസ ഇല്ല, അടുത്ത വെക്കേഷന് പൈസ ഉണ്ടെങ്കിൽ എന്റെ കുട്ടിക്ക് സ്കൂട്ടർ മേടിച്ചരാം. ഇന്ന് വാർഡ് മെമ്പർമാര് JCB മേടിച്ചെടുക്കണ കാലം. ഞാൻ ആരും വിമർശിക്കില്ല. ഇവിടെ മെമ്പർമാരുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കട്ടോ. ഞാൻ ഓരോ പറഞ്ഞൊരു ഉദാഹരണം പറഞ്ഞതാണ്. CH എന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ വലുപ്പം നോക്കാൻ. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറയാണ്, മോനെ മുനീർ അന്റെ ബാപ്പാന്റെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ട് എന്റെ കുട്ടിക്ക് അടുത്ത വെക്കേഷന് ബാപ്പ സ്കൂട്ടർ മേടിച്ചരാം. മുനീർ സാഹിബ് അനുഭവം എഴുതിയിട്ട് പറഞ്ഞത്, അടുത്ത വെക്കേഷനും CH മുഹമ്മദ് കോയയുടെ മകന് സ്കൂട്ടർ കിട്ടിയില്ല. കാരണം എന്താണെന്ന് അറിയുമെന്നാണ്. വായനക്കാർ ആകാംക്ഷയോടെ വായനയിലേക്ക് പോകുമ്പോൾ അടുത്ത വരിയിൽ മുനീർ സാഹിബ് എഴുതി, അടുത്ത വെക്കേഷൻ എൻ്റെ വാപ്പാക്ക് ജീവനില്ലായിരുന്നു, എൻ്റെ ഒപ്പം മരിച്ചിരുന്നു. സ്വന്തം മോന് സ്കൂട്ടർ മേടിച്ചു കൊടുക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് മേടിച്ചു കൊടുക്കാൻ കഴിയാതെ മരിച്ചുപോയി CH. ഞാൻ എപ്പോഴും പറയും, CH മരിച്ചതല്ല കൊന്നതാണ്. CH മരിച്ചതല്ല കൊന്നതാണ്. CHനെ കൊന്നത് ആരാന്നറിയോ? നിങ്ങളുടെ ബാപ്പു വല്ലിപ്പമാർ. ഷുഗർ കൂടി കൂടി വന്ന്, കോയക്ക നിങ്ങൾ അടങ്ങിയിരിക്കണേ എന്ന് പറഞ്ഞപ്പോഴും കോയക്ക CH എന്ന് വിളിച്ച് പാതിരാക്കും. CHന്റെ തറവാട്ടു വീട്ടിലേക്ക് കടന്നു ചെന്ന് ആ മനുഷ്യന് ഉറക്കു കൊടുക്കാതെ വിളിച്ചിറക്കി കൊണ്ടുവന്നത് നിങ്ങളുടെയും ബാപ്പമാരാണ്, വല്ലിപ്പമാരാണ്. CH മരിച്ചതല്ല കൊന്നതാണ്. നിങ്ങളുടെ ബാപ്പാര് കൊന്നതാണ് CHനെ തീർത്തതാണ്. CH നമുക്ക് വേണ്ടി ഇല്ലാതായി പോയതാണ്. പക്ഷെ നിങ്ങൾക്ക് CH കാണിച്ചെന്ന വലിയ മാതൃക ഉണ്ട് സാമൂഹ്യ പ്രവർത്തനത്തിൽ. അതെന്തെന്നറിയോ? ഞാനിത് പറയുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്, എനിക്ക് ഇവിടുത്തെ പൊളിറ്റിക്സ് ഒന്നും അറിയില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയില്ല, ഞാൻ പറഞ്ഞ പറ്റാത്തുണ്ടെങ്കിൽ നിങ്ങൾ എവിടേക്ക് അജുവേറ്റ് പോകണ്ട. ഞാൻ എവിടെയും സ്ഥാനത്തില്ല. ഞാൻ അതോടെ പ്രാഥമികമായിട്ട് ഉണർത്താൻ, ഞാൻ പാർട്ടി എന്ന ഇഖ്ലാസ് ഉൾക്കൊണ്ട് പറയാണ്, എല്ലാവരെയും ചേർത്ത് വെച്ച് മുന്നോട്ട് പോകാം. CH അങ്ങനെ കാണിച്ചെന്ന്. പക്ഷേ സത്യം എവിടെയാണെന്ന് അറിഞ്ഞാൽ അതിന്റെ കൂടെ നിൽക്കാം. അതും CH കാണിച്ചു.